ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പാർക്കാണ്. ഈ പാർക്ക് നമ്മൾ കുമിളിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ്. റോസ് പാർക്ക് എന്നാണ് പേര് ഈ പാർക്കിൻ്റെ. ഇത് വളരെ മനോഹരമായ ഒരു പാർക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. ഞങ്ങൾ കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ലഞ്ച് ഈ പാർക്കിലുള്ളൊരു ഹോട്ടലിലായിരുന്നു. വളരെ നല്ല ഒരു ഹോട്ടലാണ്. ഞങ്ങൾക്ക് നല്ല ഉച്ചക്കലത്തെ ലഞ്ച്, നല്ല രീതിയിലുള്ള ലഞ്ചായിരുന്നു. ഞങ്ങളതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ പാർക്ക് കാണാൻ ഇറങ്ങിയത്. കുറേ അതുകൊണ്ട് ഇങ്ങനെ ബോട്ടിങ് ചെയ്യാൻ പിള്ളേർക്കൊക്കെ ബോട്ടിങ് പോലെ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട്. പിന്നെ വളരെ പൂവുകളൊക്കെ, ഒരുപാട് പുഷ്പങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കാണ്. പിന്നെ ഇപ്പം നമുക്ക് ഒരു സൈക്കിള് വഴി ഇങ്ങനെ വെള്ളത്തിൽ ഒരു റൈഡ് ചെയ്യുന്നത്, സൈക്കിൾ ചവിട്ടി റൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് പൈസ, ഇതിനെല്ലാം ഫീസുണ്ട്. ഞങ്ങൾ പക്ഷേ ഈ ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ മാത്രമേ വന്നുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇതിലൊന്നും കയറി ഇങ്ങനെ എൻജോയ് ചെയ്തില്ല. ഇതെല്ലാം കണ്ടതേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് കുറച്ച് ടൈമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ ബസ് പോകേണ്ട ടൈം പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾ ഇത്രയെല്ലാം ഒന്ന് കണ്ടതേ ഉള്ളൂ. നിങ്ങൾ പോകുന്നവർ ഇവിടെ കുറേ ടൈം എടുത്ത് അതിൻ്റെ ഒരു എൻട്രി ഫീസൊക്കെ കൊണ്ട് കൊടുത്തിട്ട് എല്ലാം എൻജോയ് ചെയ്യാം. കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും പറ്റിയ സ്ഥലമാണ്. മാര്യേജ് പാർട്ടികൾ, അവർക്ക് മാര്യേജിൻ്റെ അവിടെ ആ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനുണ്ട്. കുറേ ഏറുമാടമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, നമുക്കതിലൊക്കെ ഇരിക്കാം. പിന്നെ ഇതുപോലെ ഈ വെള്ളത്തിൻ്റെ ഈ ലേക്ക്, ചെറിയ ചെറിയ ഇങ്ങനെ ലേക്ക് പോലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് സമയമുള്ളായിരുന്നുവെങ്കിൽ പോലും ഞങ്ങൾ ആ കിട്ടിയ സമയത്ത് മിക്കവാറും ഉള്ളതെല്ലാം കയറി നടന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് മൊത്തം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതേണ്ട ഏറുമാടം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം, ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അവിടുത്തെ ചെടികളൊക്കെ കാണാനും വളരെ നല്ല ഭംഗിയാണ്. അവിടെ ഇങ്ങനെ ഇതിൻ്റെ മേളിൽ വേണേലും നമുക്ക് കയറാം. പിന്നെ കുറേ പൂവുകളുണ്ട്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ ഭംഗിയാണ് ഈ പൂവുകളൊക്കെ കാണാൻ. ഇവിടെ കുറേ മരങ്ങളുമുണ്ട്, തെങ്ങൊക്കെ ഉണ്ട്. കുറേ പേര് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഉച്ച സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഇച്ചിരി ആൾക്കാർ കുറവായിരുന്നു. കുതിര സവാരിയും നമുക്ക് ചെയ്യാം. പിന്നെന്തോ സൈക്കിൾ റൈഡിങ് പോലുള്ള എന്തൊക്കെയോ ഉണ്ട്. പൂവുകളാണ്, വളരെ സുന്ദരമായ പൂവുകളാണ്. നമുക്കിങ്ങനെ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. നമുക്കങ്ങനെ അത്ര ചൂടൊന്നും എടുക്കത്തൊന്നുമില്ല. ഇങ്ങനെ ചെടിയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സൗകര്യമാണ്. അതിൻ്റെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൂടി ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാം. വളരെ നല്ല രീതിയിലാണ് അവർ ഈ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മുന്തിരിയുണ്ട്. കുറേ മുന്തിരി വളർത്തുന്നുണ്ട്. മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ ഒരുമാതിരി പാകമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മുന്തിരിയൊക്കെ കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതവരുടെ ഹോട്ടലിൻ്റെ ആ ഏരിയയാണ്. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് വെളിയിലുള്ള ചെടികളും പൂവുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ആഹാരമൊക്കെ കഴിക്കാം. പിന്നെ കുറേ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പിള്ളേർക്കൊക്കെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ്. ഞങ്ങളങ്ങനെ കുറേ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ കൊടൈക്കനാലിലേക്കുള്ള യാത്രയാണ്.
അപ്പം ഉച്ചക്കലത്തെ ലഞ്ചിന് ഞങ്ങളിവിടെ ഇറങ്ങിയതാണ്. ഇവരെ ഈ ബസ് കൊണ്ടുപോകുന്നവർ ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് ലഞ്ച് അറേഞ്ച് ചെയ്യുന്നത്. ഇതിനകത്താണ് മീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട്. നല്ല ചുമന്ന കളറിലും ഒക്കെ ഉള്ള കുറേ മീനുകളുണ്ട്. കണ്ടപ്പോൾ നല്ല രസം തോന്നി, നല്ല ഭംഗി തോന്നി മീനിനെയൊക്കെ കാണാം. അതുപോലെ പലതിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന പോലെ ആനയുടേതുണ്ട്,